അത് എൻ്റെ ശ്രദ്ധയിലും പെട്ട കാര്യമാണ്, നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണല്ലോ. പക്ഷേ അതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ഈ ബുൾഡോസർ കാര്യങ്ങൾ വന്നാലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്നാലും സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല നമ്മളാരും പ്രതികരിക്കാറ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ രാജ്യത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റെവിടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അതിർത്തി നോക്കി പ്രതികരിക്കുക എന്നുള്ളതല്ല സാധാരണ രീതി. സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തെരുവാധാരമാക്കുന്ന നില വന്നപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് വന്നത്. എനിക്കതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് കൃത്യമായി എന്താണെന്ന് നോക്കിയല്ലേ പറയാൻ പറ്റൂ. അത് ഏതാണ് അപേക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയേ പറയാൻ പറ്റൂ. എൻ്റെ കയ്യിൽ ആ വിവരങ്ങളില്ല. അത് പലരും ആലോചിക്കുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ഞങ്ങളിതേവരെ ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും അത്. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. അത് ഞാനാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കേണ്ടതില്ല. ഞങ്ങളൊരു പൊതുരീതി ഞാൻ പറഞ്ഞു. പൊതുവേ ഞങ്ങൾ അത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പൊതുരീതി.